അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ആ ചരിത്ര നീക്കത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ റഷ്യയും ഇന്ത്യയും. റഷ്യ ഇന്ത്യയെ കൈപിടിച്ച് വലിയ രീതിയിലുള്ള പ്രതിരോധ മേഖലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷേ ഇന്ത്യക്ക് ഇനിയും ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് മാത്രം നിലവിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കാണ് വളരെ ഈസിയായി ഇന്ത്യയെ റഷ്യ ആക്സസിബിൾ ആക്കുന്നത്. എന്തായാലും ട്രംപ് ഉൽപ്പന്നങ്ങൾക്ക് 25%, 50% ഒക്കെ താരിഫ് ചുമത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴിതാ ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. വാഷിംഗ്ടണിൻ്റെ ഭീഷണിയെ നിരാകരിച്ചുകൊണ്ട് താരിഫുകൾ യുക്തിരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞ വിതരണക്കാരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള അവകാശത്തെ പ്രതിരോധിക്കുകയാണ്. പരോക്ഷമായി എണ്ണ വാങ്ങൽ കുറയ്ക്കുകയില്ലെന്ന് സൂചന നൽകുകയാണ് നമ്മുടെ രാജ്യം. വളരെ കുറച്ചു മാത്രം എണ്ണ വാങ്ങിക്കുകയില്ല, ഇത് അവസാനിപ്പിക്കുകയുമില്ല. എന്തായാലും ഇപ്പോഴിതാ അധിക തീരുവകൾ ചുമത്തുമെന്ന ഭീഷണി നിലനിൽക്കെ റഷ്യയും ഇന്ത്യയും വടക്കൻ കടൽപാതയിലും വടക്ക് തെക്ക് ഇടനാഴിയിലും സംയുക്ത പര്യവേക്ഷണത്തിന് ലക്ഷ്യമിടുന്നതായി റഷ്യൻ 1ാം ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്ത വ്യാപാര, സാമ്പത്തിക, ശാസ്ത്ര, സാങ്കേതിക, സാംസ്കാരിക സഹകരണം എന്നിവയെക്കുറിച്ചുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 26ാമത് യോഗത്തിലാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളുടെ വികാസം, വിശ്വസനീയമായ ലോജിസ്റ്റിക്കൽ ഇടനാഴികൾ രൂപീകരിക്കുന്നതിലും പുതിയ കണ്ടെയ്നർ സേവനങ്ങൾ സൃഷ്ടിക്കുന്നതിലും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഈ കാര്യത്തിൽ വടക്കൻ കടൽപാതയുടെയും വടക്ക് തെക്ക് ഇടനാഴിയുടെയും സംയുക്ത വികസനം ലക്ഷ്യമിടുന്നുവെന്നാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും പറയുന്നത്. എന്തായാലും റഷ്യയുടെ ആർട്ടിക് തീരത്തുകൂടെ കടന്നു പോകുന്ന ഒരു കപ്പൽ പാതയാണ് ഈ വടക്കൻ കടൽ പാത എന്ന് പറയുന്നത്. NSR എന്നാണ് ഈ പാതയുടെ പേര്. റഷ്യയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഗതാഗത സമയം ഗണ്യമായി കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട്. അതേസമയം ഇന്ത്യയും റഷ്യയെയും ഇറാൻ വഴി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്ന ഒരു കോറിഡോർ. ദക്ഷിണേഷ്യയ്ക്കും വടക്കൻ യൂറോപ്പിനും ഇടയിലുള്ള വ്യാപാരവും ഗതാഗതവും സുഗമമാക്കുന്നതിന് കടൽ, റെയിൽ, റോഡ് എന്നിവയുടെ സംയോജനമായ 72,000 കിലോമീറ്റർ പാതയാണിത്. NSRൽ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം പുതിയതല്ല. കൂടാതെ ആർട്ടിക് മേഖലയിലെ ഇന്ത്യയിലെ വിശാലമായ താൽപ്പര്യത്തിൻ്റെ ഭാഗമാണിത്. റഷ്യൻ എണ്ണ, കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം വേഗത്തിലും വില കുറഞ്ഞതും സുഗമമാക്കുന്നതിനായി വ്യാപാര മാർഗങ്ങൾ വൈവിധ്യവത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ആർട്ടിക് സമുദ്രത്തിൻ്റെ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയായിട്ടുള്ള നോർത്തേൺ സീ റൂട്ട് NSR ഇപ്പോൾ ഇന്ത്യക്കായി റഷ്യ തുറക്കുകയാണ്. ഇത് റഷ്യൻ ആർട്ടിക് തീരത്തുകൂടെ കടന്നു പോകുന്നു. സൂയസ് കനാൽ പോലുള്ള പരമ്പരാഗത റൂട്ടുകളെ അപേക്ഷിച്ച് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ദൂരം ഗണ്യമായി ഈ റൂട്ട് കുറയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.